ഞങ്ങളെ ഒന്ന് സഹായിക്കേ. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. എന്റെ അമ്മോ! Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ അമ്മോ! മോട്ടു പത്ലു, ചായക്കട ചേട്ടൻ മൂലം ഞാൻ എല്ലാ വിവരം അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇനി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ചിങ്കം സാർ, ഇവരെ റേസ് ടു ദി എൻഡ് ഓഫ് ദി വേൾഡിലേക്ക് ഒന്ന് അയക്കോ പ്ലീസ്. ആരെങ്കിലും മോട്ടു പത്ലുവിനെ ഫോഴ്സ് ചെയ്തു ഞാൻ അറിഞ്ഞാൽ അപ്പൊ തന്നെ അവന്മാരെ പിടിച്ച് ഞാൻ ജയിലിനകത്ത് ഇട്ടിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഈ മോശപ്പെട്ട റോഡുകള്, പൊട്ടിപ്പൊളിഞ്ഞ സ്കൂള്, ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ, ഇതെല്ലാം നന്നാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. എല്ലാരും പോ, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നിൽക്ക്. ആർക്കും എവിടെ പോകേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾക്കാണെങ്കിൽ അറിയത്തേ ഇല്ലായിരുന്നു ഇവിടുത്തെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നെന്ന്. റോഡുകളുടെ അവസ്ഥ വളരെ മോശ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആർക്കറിയാം. ഫുർഫുറി നഗറിന് പണത്തിന്റെ ഒത്തിരി ആവശ്യമുണ്ട്. ഞങ്ങൾ പോയിരിക്കും, തീർച്ചയായിട്ടും പോയിരിക്കും. മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ. അല്ല, ഒന്നും നിന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? എന്ത് കണ്ടീഷൻ ആയാലും എനിക്കത് സമ്മതമാണ്. ഞങ്ങള് തിരിച്ചു വരുന്നിടം വരെ ജോണ് ജയിലിനകത്തായിരിക്കും. ഇനി അഥവാ ഞങ്ങള് തിരിച്ചു വന്നില്ലെങ്കിൽ ജോൺ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഓക്കെ, സമ്മതിക്കുന്നു. വേണ്ട വേണ്ട, ഇത് ശരിയല്ല, ഇത് ചീറ്റിംഗ് ആണ്. ഡോക്ടർ ജഡ്ക, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ നമ്മുടെ മോട്ടു പത്ലു മാത്രം ഒരു അഡ്വഞ്ചർ ട്രിപ്പിൽ പോയത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് നമുക്കും ഇവരോടൊപ്പം പോയാലോ? എന്താ? എടോ ഗസിറ്റ, താൻ എന്തായി പറയുന്നത്? ഈ അഡ്വഞ്ചർ റേസ് വളരെ അപകടം പിടിച്ചതാണ്. പൊളിക്കടുത്തല്ല. മോട്ടു പത്ലു നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്ത് ആപത്താ സംഭവിക്കുക? ആപത്ത് നമ്മുടെ മോട്ടു പത്ലുവിനെ കണ്ടാലേ അപ്പൊ തന്നെ പന്നിക്ക് വെടികൊണ്ടമാരി അവിടുന്ന് ഓടില്ലേ? എന്റെ അമ്മോ! നമ്മുടെ കസീറാൻ പറയുന്നത് വളരെ ശരിയാണ്. നമുക്കും ഒരുമിച്ച് പോകണം. മോട്ടു പത്ലു കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ എന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഗസിറ്റാറാം, നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ. വരൂ, നമുക്ക് അവരുടെ ഒപ്പം പോവാ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേര് മാത്രം ഒരുമിച്ച് ഈ ട്രിപ്പിൽ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഓക്കേ? കാരണം ഞങ്ങളിപ്പോ നിങ്ങളുടെ ഒപ്പം വരാൻ പോവാ. ജയ് ഹോ! അവസാനം ഫ്രാൻസിലെത്തി. പക്ഷെ ഇതെന്താ, അവര് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ മറന്നുപോയോ? ദേ നിൽക്കുന്നു ഡ്രൈവർ പത്ലു. അതെ, നിങ്ങൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോ. Hello, check 1 2 3 mic check. Hello everyone, welcome to this adventure trip. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ മത്സരാർത്ഥി കാനഡയിൽ നിന്ന് ഡോണി ആൻഡ് ഡൂണോ. ഡോണിയും ഡുണോയും ലോകത്തിലുള്ള എല്ലാ അഡ്വഞ്ചറസ് സ്പോർട്സിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. അഡ്വഞ്ചറസ് സ്പോർട്സ് ഇവരുടെ ഒരു ഹോബിയാണ്. അടുത്തതായി സൈമണും ബിഗ് ബുള്ളും.
സൈമൺ നാവിഗേഷനിൽ എക്സ്പെർട്ട് ആണ്. അത് മാത്രമല്ല കോമ്പസ് പോലും ഇല്ലാതെ ഇവർ എത്ര കൊടുങ്കാട്ടിലെയും അതിർത്തി കണ്ടുപിടിച്ചിരിക്കും. അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്നത് ബിഗ് ബുൾ. ഇദ്ദേഹം ഒരു വെതർ എക്സ്പെർട്ട് ആണ്. കാറ്റിന്റെ മണം പിടിച്ച് അടുത്തതായി അന്തരീക്ഷം എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ആളാണ്. അടുത്തതായി ഒരു അച്ഛനും മകനും ഡ്യുവോ, പരീഷ് ബഡ്ലിവാല ഒപ്പം ഹിമേഷ് ബഡ്ലിവാല ഫ്രം ലണ്ടൻ. ഒരു സൈഡിലോട്ട് ഓട്ടടാ. നമ്മളിതാ എത്തി. നിനക്കൊക്കെ ആരാടാ ഡ്രൈവിംഗ് ലൈസൻസ് തന്നത്? ഇനിയെങ്ങാനും നീ വണ്ടി തൊട്ടാണല്ലോ. ശരിയച്ചാ വരൂ പോകാം. കാശ് കാശ് അച്ഛാ, ഇവിടെ കാശ് മഴ പെയ്യുന്നുണ്ട്. എന്തിനാണോ ചുമ്മാ ഇങ്ങനെ കാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെന്താണാ ഈ കാശിന് വേണ്ടിയാണോ വന്നിരിക്കുന്നത്? നിങ്ങളെ ഈ അഡ്വഞ്ചറസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ഹോബി എന്താണെന്ന് പറയൂ സാർ. കാശിന്റെ പുറകെ പോകുന്നതാണ് ഞങ്ങളുടെ ജോലി. അതെ ഇവിടെ 500 കോടിയല്ലേ കിട്ടാൻ പോകുന്നത്. പക്ഷേ എന്റെ പോലെ 5 രൂപയാണെങ്കിലും നാവും പുറത്തോട്ടിട്ട് വന്നോളൂ. നിങ്ങൾ എന്നെ എല്ലാവരുടെ മുമ്പിലും വെച്ച് ഇങ്ങനെ നാണം കെടുത്തിയല്ലോ. അടുത്തതായി മിസ്റ്റർ ഹണ്ടറും പിന്നെ മിസ്റ്റർ കോപ്പടിയും. ഇവര് രണ്ടുപേരും സഹോദരന്മാരാണ്. ഹണ്ടർ ഹണ്ടിങ്ങിൽ ഒരു എക്സ്പെർട്ട് ആണ്. അതുപോലെ അദ്ദേഹത്തിന് ആനിമൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം കാട്ടിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നുമില്ലാതെ തന്നെ 1 മാസം കഴിയും. പിന്നെ ഏത് മൃഗം വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് അറിയാം. ഇനി അടുത്തതായി വരാൻ പോകുന്നത് മോട്ടു ആൻഡ് പത്ലു. മോട്ടു പത്ലു രണ്ടുപേരും ചങ്കുകളാണ്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം ലോകത്തിന് മുഴുവനും അറിയാം. ഏതെങ്കിലും ഒരു കാര്യം മോട്ടു പത്ലു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയ ശേഷമേ വിശ്രമിക്കുകയുള്ളൂ. മോട്ടുവിന്റെയും പത്ലുവിന്റെയും കൂടെ ഇവരുടെ ദോസ്ത് കസിറ്ററാം, ചിങ്കം, പിന്നെ ഡോക്ടർ ജഡ്കയും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദാ വരുന്നു മിസ്റ്റർ ജോറവർ. മിസ്റ്റർ ജോറവർ, പേടിക്കാതെ ഇങ്ങോട്ട് കടന്നു വരൂ. എല്ലാം നനഞ്ഞേ. സുഹൃത്തുക്കളെ, ഇരുട്ടാവാൻ പോവാണ്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ താമസിക്കായിരിക്കും ബുദ്ധിശാലിത്തരം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴേ വീണ്ടും വലിയ മൃഗങ്ങൾ എന്തെങ്കിലും വന്നാലേ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയൂ. ശരി, ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ക്യാമ്പ് ഉണ്ടാക്കാം. എന്റെ ബിഗ് ബുള്ള് ചേട്ടാ, ഒന്ന് മണപ്പിച്ച സമോസ കണ്ടുപിടിച്ചു തരുവോ? നല്ല വിശപ്പുണ്ട്. എടാ പോരെ, എനിക്ക് പേടിയാവുന്നടാ. അച്ഛാ, ഇത്രയും പേടിയുണ്ടെങ്കിൽ എന്തിനാ പിന്നെ വന്നേ? ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ വന്നോളൂ അല്ലേ? വന്ന വഴിനെ തിരിച്ചു പോയിക്കൂടെ? തിരിച്ചു പോകാനോ? എന്താടാ 500 കോടി നീ ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കുകയാണോ? പോടാ മുന്നോട്ട്. ഒരുപാട് സംസാരിച്ചാലേ പിന്നെ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. മിണ്ടാതെ വരാൻ നോക്ക്. പാമ്പ് 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 പാമ്പ്. എന്റെ അമ്മ, എല്ലാരും എങ്ങോട്ട് പോയത്? ഞാനും വരുന്നുണ്ട്. ബിഗ് ബുൾ ചേട്ടാ, ഒന്ന് കേക്ക്. നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കാം. എല്ലാരും ക്ഷീണിച്ചിരിക്കുക. ബിഗ് ബുൾ ചേട്ടാ, എല്ലാരും നല്ല ക്ഷീണത്തിലാണ്. നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം. പ്ലീസ്. കൂട്ടുകാരെ,
നമുക്കൊരു പാട്ടും സംഗീതവും ഒക്കെ ആയാലോ? എന്താ പറഞ്ഞേ? രാത്രിയില് ഞങ്ങളെ കൊന്നിട്ട് തിന്നൂന്നോ? ഞങ്ങളെ ഒരാളെ ഒന്ന് തൊട്ട് കാണിച്ചേ. അങ്ങനെയല്ല മോട്ടു, അവരവരുടെ ഭാഷയിലെ സംസാരിക്കുന്നത്. വെറുതെ ദേഷ്യപ്പെടണ്ട. സോറി ഐ മീൻ യെസ് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. എന്താ എല്ലാരും ഇത്ര ശാന്തമായിട്ടിരിക്കുന്നേ? നമ്മൾ ഇവിടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനല്ലേ വന്നത്. അതുകൊണ്ട് എല്ലാരും ഇവിടെ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്റെ സോറാവർ ചേട്ടാ, നിങ്ങൾക്ക് ഇത്ര പേടിയാണെങ്കിൽ നിങ്ങൾ പിന്നെ റേസിന് എന്തിനാ വന്നേ? ഞാൻ ഇവിടെ വേറെ വഴിയില്ലാതെ വന്ന് പെട്ടുപോയി. ഞങ്ങളുടെ മുഴുവൻ ഗ്രാമവും ഭൂമികുലുക്കം കാരണം ഒരുപാട് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പഴയതുപോലെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കുറെ കാശിന്റെ ആവശ്യമുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെല്ലാം സഹായിക്കുന്നുവോ അവരോടൊപ്പം ഞാൻ ആ 500 കോടി ഷെയർ ചെയ്യാം. അതെ ജോറാബർ ചേട്ടാ, ചേട്ടൻ എല്ലാരെയും പേടിച്ച് പുറകിലാണ് വരുന്നത്. ഇങ്ങനെയുണ്ടെങ്കിലേ എങ്ങനെ ജയിക്കാനാ? മോനെ ഓരാടി ചിരിക്കലേ, പിന്നെ നിന്നെ വെട്ടി തുറുക്കി ഉപ്പിലിട്ട് തിന്നു ഞാൻ. Come on! മ്യൂസിക് ഇട്, ലെറ്റ്സ് ഡാൻസ് ആൻഡ് എൻജോയ്. ഇപ്പൊ നമ്മളെല്ലാരും കൂട്ടുകാരല്ലേ? ശരി, ഡാൻസ് കളിക്കാം. എല്ലാം കറക്റ്റ് ആണല്ലോ. ഈ സ്റ്റെപ്പ് വളരെ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതിന് പേരാണ് ഡൈ ഡാൻസ്. ഇതൊരു ട്രെൻഡിങ് ഡാൻസാ. നന്നായിട്ടുണ്ട്. മോട്ട് പത്ലോ. വേണ്ട. എന്താ ഇവര് ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തെ? ആ, ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാം. Why fear? When Chingam is here, charge! Hey, Elanir Patalame, stop! And now, go attack! എന്റെ ഇളനീർ പട്ടാളത്തിനെ കത്തിച്ചു കളഞ്ഞല്ലോ. അത് മുതലയാണോ ഡ്രാഗൺ ആണോന്നേ മനസ്സിലാവുന്നില്ല. അല്ല, ഇളനീരെന്താ മാജിക് ആണോ? ഇത് ചിങ്കം സാറിന്റെ സ്പെഷ്യൽ പവറാ. ഇളനീരൊന്നും സെറ്റ് ആവില്ല. ഇപ്പൊ ഞാൻ ചെന്ന് കാണിക്കാം. അയ്യോ വിടില്ലേ. മോട്ടു, നല്ലോണം വലിക്ക്. വേഗം പിടിക്ക്. ഒന്ന് വലിക്കുന്നേ. ഇരിക്കാൻ മോരുടെ വായക്കകത്ത് പോണ്ട. പ്ലീസ് എന്നെ രക്ഷിക്കേ. ആരെങ്കിലും രക്ഷിക്കണേ. ഞങ്ങൾ നിന്നെ പോവാൻ അനുവദിക്കില്ല. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു വെരി മച്ച്. എനിക്ക് തിരിച്ചു പോകണം. ബോട്ട് സാർ, എന്നെ ഒന്ന് കൂട്ടിയിട്ട് പോവോ? എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അഥവാ പേടിച്ച് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഗ്രാമത്തിലുള്ളവരോട് നീ എന്ത് പറയും? ഞാനൊരു കാര്യം പറയാം. ഞാൻ രക്ഷപ്പെട്ടതിന്റെ കാരണം എന്റെ പേടിയാണ്. പ്ലീസ് എന്നെ ഒന്ന് തിരിച്ചു കൂട്ടിയിട്ട് പോവോ? വേണ്ട, പേടിക്കണ്ട. ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. നോക്ക്, നീ കരയണത് കണ്ട് മുകളിലുള്ള ആളും കരയാൻ തുടങ്ങി. പൊളിച്ചെടുത്തല്ലോ. എന്നെ തല്ലിക്കോളൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിലേ ഞാൻ ഇത്രയും വലിയ തെറ്റായ തീരുമാനം എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലണം, നല്ലോണം തന്നെ തല്ലണം. പിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റായ തീരുമാനം എടുക്കേല്ല. അതെ മതിയോ?
എടാ മകനെ ഒന്ന് എണീക്കടാ. എന്താ അച്ഛാ എന്നൊന്ന് ഉറങ്ങാൻ സമ്മതിക്കേ? വാ വാ, സൗണ്ട് ഉണ്ടാക്കാതെ വാ. അല്ല ഇവരൊക്കെ എങ്ങോട്ടാ പോയത്? മോട്ടുപത്തിലോ മോട്ടുപത്തിലോ ഒന്ന് കണ്ണു തുറക്ക്. കണ്ടില്ലേ, റേസ് തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് വേഗം വരൂ. അവന്മാർക്ക് യൂണി ബൈക്ക് എവിടുന്നാ കിട്ടിയേ? അതൊന്നുമില്ല മോട്ടു, ആ ബാക്ക് പാക്ക് ഓപ്പൺ ചെയ്യ, അതിനുള്ളിൽ ഉണ്ടാവും. അതെയോ? ഞാനൊന്ന് നോക്കട്ടെ. എടാ, എന്തെങ്കിലും മര്യാദക്കുള്ള ഒരു സാധനം കൊണ്ടുവന്നിരുന്നെങ്കിൽ. എന്റെ അമ്മോ, പൊളിച്ചെടുത്തല്ലോ. നീ എന്തൊക്കെയാ കാണിക്കുന്ന മോട്ടോ? അല്ല മോട്ടു, ഇതെന്ത് സാധന? ഒരു പിടിയില്ല പത്തിലു. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, എന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ യുണീക് ബൈക്ക്. പക്ഷെ ഇത് എങ്ങനെ ഓടിക്കേണ്ട വലിയേട്ടാ? ഇതൊരു ഹൈടെക് വീൽ സൈക്കിളാണ്. അത് തന്നെ താനെ ബാലൻസ് ചെയ്തോളും. നമ്മൾ സ്പീഡും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അതെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മുന്നേ ഞാൻ. ഇപ്പൊ പോലും ചിലരെയൊക്കെ ഇവരകത്ത് ഉറങ്ങായിരിക്കും. അതെ അതെ, ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പത്തിലു, ഈ യൂണി ബൈക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എടാ, രക്ഷിക്കണേ! എടാ മകനെ ഒന്ന് വേഗം വാടാ. എന്റെ അച്ഛനല്ലേ ഞാൻ പോലും ഇത്ര സ്പീഡിൽ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്റെ അച്ഛനല്ലേ? വേഗം മോട്ടു മോട്ടു, ഇനിയും വേഗം, ഇനിയും വേഗം. പത്തിലു, എടാ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ. ആൻഡ്രി ചേട്ടാ, ഉറങ്ങിക്കൊണ്ടിരുന്നതല്ല എണീറ്റെന്നാ തോന്നുന്നേ. നമുക്ക് അവരെ വീണ്ടും ഉറക്കാന്നേ. ഓപ്പടി, ടെൻഷൻ ആവാതെ. റോക്കി മൈതാനത്തിൽ ആദ്യം എത്തുന്നത് നമ്മളായിരിക്കും. വഴികൾ എത്തുമാത്രം ദുർഘടമായിരുന്നാലും ശരി, ജയിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. 500 കോടി രൂപ നമുക്ക് സ്വന്തം. അച്ഛാ, ഈ ഫ്രീ സ്റ്റൈൽ യൂണിസൈക്കിൾ ശരിക്കും അടിപൊളിയല്ലേ? എന്നെ പുറത്താണ് ശരിക്കും വണ്ടി ഓടിക്കാൻ നോക്കടാ. മോട്ടു പത്തിലുന്റെ ജോഡിയെ ജയിക്കൂ. എനിക്ക് വളരെ പേടിയാവുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് ഇറങ്ങി നടന്നു പോയിക്കോളാം. ഹണ്ടറിനെയും കോപ്പടിയെയും പിന്നിൽ തള്ളി ഇപ്പോൾ ബിഗ് ബുള്ളും സൈമണും നമ്പർ 1 ആയിരിക്കുകയാണ്. അച്ഛാ, നമ്മൾ സെക്കൻഡിലായിരുന്നു, ഇപ്പൊ തേർഡായി. ആൻഡ്രി ചേട്ടാ, ഇവന്മാരെ ഇതേ നമ്മുടെ അടുത്തെത്തി. വരട്ടെ, നമുക്ക് നോക്കാം. എടാ മോനെ, നമ്മുടെ കുടുംബ പേര് കാത്തോളേ. അതെ അച്ഛാ. നമുക്ക് പിന്നെ കാണണ്ട. അച്ഛാ, എനിക്ക് നല്ല വേദനയുണ്ട്. കണ്ടോടാ, എന്റെ ബൈക്ക് തകർന്നു പോയടാ. ഇനി ഞാൻ എന്ത് ചെയ്യടാ? നമ്മൾ ഈ മത്സരത്തിൽ തോറ്റേ. ബുദ്ധി ഉപയോഗിച്ച് ഇത് നേരാക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും. ശരി അച്ഛാ, ഞാനിത് റെഡിയാക്ക്. അയ്യോ, ഇതെന്താ പറ്റിയേ? നിങ്ങൾക്ക് സഹായം വേണോ? അതൊന്നും വേണ്ട, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ബൈക്ക് റിപ്പയറിനെ കുറിച്ച് എല്ലാം അറിയാം. അച്ഛാ, അച്ഛാ വന്ന് കേറിയിരിക്കേ. നമുക്കിതിൽ ഈവിൽ പാസ് വരെയേ പോകാൻ പറ്റൂ. ഞങ്ങളുടെ 500 കോടി ഞങ്ങളിതാ വന്നു. വണ്ടി എടുക്കടാ.
എടാ പോരെ വരാതെ പറഞ്ഞത് പറ പുറകോട്ട് പോകുന്നേ. പത്തിലു നിങ്ങൾ ആദ്യം പോകൂ, ഞങ്ങൾ പുറകെ തന്നെ വന്നോളാം. ഓക്കെ ചേട്ടാ, പെട്ടെന്ന് വന്നേക്കണം. എടാ പോരെ അതിന്റെ എഞ്ചിനീയർ ആക്കിയ ചെലവെല്ലാം വേസ്റ്റ് ആണല്ലോടാ. വണ്ടി എന്തിനാണ് അങ്ങനെ പുറകോട്ട് ഓടിക്കുന്നത്? സോറി. ഇപ്പോ 4 കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞിരിക്കുന്നു. Come on, വലിയേട്ടാ, വേഗാവട്ടെ, വേഗാവട്ടെ. അയ്യോ, വേണ്ടടാ. Ouch. അയ്യോ, പത്ലു, നിർത്തടാ, നിർത്തടാ, നിർത്തടാ. എടാ പത്ലു. അയ്യോ, അയ്യടാ, വേണ്ട, രക്ഷിക്കടാ. അയ്യോ, ബാലൻസ് പോകടാ. നമ്മൾ ഈ മാപ്പ് ഉപയോഗിച്ച് ഈവിൽ പാസ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ കാരണം നിങ്ങൾ ഇത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.